Hello guys, welcome back to another video of Mechanicvlogger. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് 2007 മോഡൽ സാൻഡ്രോ ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓയിലെല്ലാം ലീക്കായത്. ഇതിന് കാരണം ക്രാങ്കിൻ്റെ റിയർ സീല് പ്രോബ്ലം ആയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ ക്രാങ്ക് സീല് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്രാങ്ക് സീല് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആക്സിൽ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എൻജിൻ മൗണ്ടിങ്സ് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഗിയർ ലിവേഴ്സ് റിമൂവ് ചെയ്യും. അതിനുശേഷം ഗിയർ ബോക്സ് റിമൂവ് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ ഫ്ലൈ വീൽ റിമൂവ് ചെയ്യുക. അതിനുശേഷം ക്രാങ്ക് സീൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഗിയർ ലിവർ നമുക്ക് റിമൂവ് ചെയ്യാം. ഓയിൽ ഡ്രെയിൻ ചെയ്യാം. രണ്ട് സൈഡിലെയും ആക്സിലിൻ്റെ നെറ്റ്സ് ലൂസൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലാണ് പുറത്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ ആക്സിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡിലെയും ആക്സിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യുന്നതിന് മുൻപായി എൻജിന് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ട് എൻജിൻ മൗണ്ടിങ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് ഇവിടെ ഉണ്ട്, അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് മൗണ്ടിങ് ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ച് കേബിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു. ഇവിടെ ബാറ്ററി വരുന്നല്ലോ, അത് ബാറ്ററി റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ ഇതിന് താഴെ വരുന്ന കേസ് റിമൂവ് ചെയ്തു. സ്റ്റാർട്ടർ മോട്ടർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡോമീറ്റർ കേബിളും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഗിയർ ബോക്സ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഗിയർ നമ്മൾ ബാക്കിലോട്ട് വെച്ചിട്ടാണുള്ളത്. ഇനി നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് ക്ലച്ചാണ്. ഫ്ലൈ വീലാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബോൾസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇത് ഈ സീല് പ്രോബ്ലം ആയതുകൊണ്ടാണ് എൻജിൻ ഓയിൽ ലീക്കായിരുന്നത്. ഇത് ഈ സീല്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ സീല് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പഴയ സീല് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ സീല് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ ജെന്യുവിൻ സീലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് സീല് ഇൻസ്റ്റാൾ ചെയ്യാം. സീല് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇതും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് ഈ ഗിയറും ഒക്കെ അയക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ക്ലച്ചും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ അസംബ്ലിക്ക് മൊത്തമായിട്ട് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 3000 റുപ്പീസാണ്. ക്ലച്ച് പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക്, റിലീസ് ബെയറിങ്, ഇത് മൂന്നുമാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലൈ വീല് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗിയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ മൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി റിയർ എൻജിൻ മൗണ്ടിങ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പോൾ നമ്മൾ താഴെ വരുന്ന വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലാണുള്ളത്, അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വണ്ടി വന്ന് നിർത്തിയിട്ടുള്ളത്. നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ഒക്കെ ഓക്കെയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ.